ശരി, നമുക്ക് ഇന്നത്തെ മത്സരങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി വരാം. സംസ്ഥാന കലോത്സവം ഇതാ രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നമുക്ക് ആ പോയിന്റ് പട്ടികയിൽ കാണാൻ കഴിയുന്നുണ്ട്. കോഴിക്കോടും കണ്ണൂരും 288 പോയിന്റുമായിട്ടാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. 254 പോയിന്റുമായി തൃശൂർ രണ്ടാം സ്ഥാനത്തുമുണ്ട്. പാലക്കാടാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. പക്ഷേ ഇനിയും ഒരുപാട് മത്സരങ്ങൾ കഴിയാനുണ്ട്, തുടങ്ങാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലം വരുമ്പോൾ ഈ പോയിന്റ് പട്ടിക മാറി മറിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വേദി 11 നിന്നാണ് അക്ഷയ കൃഷ്ണാനന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. അക്ഷയുള്ളത് നാടകവേദിയിലല്ലേ? നാടകങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല സ്റ്റാൻഡേർഡ് നാടകങ്ങളൊക്കെ കണ്ടോ? ദിവ്യ, ഒരു രക്ഷയുമില്ല. ഏത് നാടകമാണ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത്, ഏത് നാടകം വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുകയാണ് ഈ വേദിയിൽ നിൽക്കുന്ന സമയത്ത്. രാവിലെ എത്തിയതാണ് ഈ വേദിയിൽ. കൃത്യം 11 മണിയോട് കൂടിയിട്ടാണ് വേദി 11 കർണികാരത്തിൽ ഈ മത്സരങ്ങളെല്ലാം തന്നെ ആരംഭിക്കുന്നത്. 9:30 കൂടി തുടങ്ങുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ സ്വാഭാവികമായിട്ട് നാടക മത്സരങ്ങളെല്ലാം തന്നെ വൈകാറുണ്ട്. അത് എല്ലാ മത്സരങ്ങളും അങ്ങനെ തന്നെയാണ്. ഇത്തവണത്തെ മത്സരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ മത്സരങ്ങളെല്ലാം തന്നെ നടന്നത് ഒരു അടച്ചിട്ട ഓഡിറ്റോറിയത്തിനുള്ളിൽ വെച്ചിട്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഈ മത്സരം ഒരു തുറന്ന വേദിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണികൾക്ക് അത് കാണാൻ വരുന്ന നാടകപ്രിയരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഈ വേദിയിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് നമുക്കൊരു വലിയ സ്റ്റേജാണ്. കാണികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്റ്റേജ് തന്നെയാണ്. ആ സ്റ്റേജിൽ കൃത്യമായിട്ട് കുട്ടികൾക്ക് നിറഞ്ഞാടാൻ സാധിക്കും. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. പിന്നെ എല്ലാ സമയത്തും നാടകവേദികളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തർക്കങ്ങൾ ഇന്നും ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ക്രമീകരണങ്ങളെല്ലാം തന്നെ ശരിയായിരുന്നു. എന്നിരുന്നാൽ പോലും ഒരു സൈഡിലെ ഫാൻ വർക്ക് ചെയ്തിരുന്നില്ല എന്നുള്ളൊരു ഒരു പ്രശ്നം അവിടെ നിലനിന്നിരുന്നു. അത് തക്ക സമയത്ത് തന്നെ അതിന്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ അതിന്റെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കുകയും അത് തീരുമാനമാക്കി അത് തീർപ്പാക്കുകയും ഈ സംഘാടകരെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ക്യാമറ വെക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ സമയത്തും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇന്നും ഉണ്ടായത്. അതിനും ആ സംഘാടകർ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു പരിഹാരം കണ്ടെത്തിയോടുകൂടി വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്തായാലും നിലവിലിപ്പോൾ നടക്കുന്നത് ആദ്യത്തെ ക്ലസ്റ്ററിലെ 4ാമത്തെ നാടകമാണ്. ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരം കത്തിക്കേറുകയാണ്. നിലവിലിപ്പോൾ കോട്ടയം ജില്ലയുടെയും തിരുവനന്തപുരത്തിന്റെയും കാസർഗോഡ്. തീർച്ചയായിട്ടും ദിവ്യ, തീർത്തും വ്യത്യസ്തമായിട്ടുള്ള നാടകങ്ങളാണ് നിലവിൽ ഇപ്പോൾ കളിക്കുന്ന നാടകം ഉൾപ്പെടെയുള്ള നാടകങ്ങളെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള നാടകങ്ങളാണ്. അതിൽ ഓരോന്നും അതിൻ്റെതായിട്ടുള്ള മികവ് പുലർത്തുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ വിധികർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആദ്യത്തെ നാടകം കോട്ടയത്തിന്റെ നാടകമായിരുന്നു. അതൊരു ഗേൾസ് സ്കൂളിന്റെ നാടകമായിരുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളായിരുന്നു എല്ലാ വേഷങ്ങളും. C4 ചിക്കൻ എന്നാണ് ആ നാടകം. അതായത് എങ്ങനെയാണ് മാതാപിതാക്കൾ ഈ കുട്ടികളെ കൂട്ടിലടച്ചു വളർത്തുന്നത്, അങ്ങനെ കൂട്ടിലടച്ചു വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊരു സന്ദേശമായിരുന്നു ആ നാടകം കൊടുത്തത്. 2ാമത്തെ നാടകം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ നാടകമായിരുന്നു. അത് അമ്മകം എന്ന നാടകമായിരുന്നു. അതായത് നമ്മൾ പഴയ വസ്തുക്കളെല്ലാം കളഞ്ഞു പുതിയ വസ്തുക്കൾ ഉണ്ടാകും. ആ പുതിയ വസ്തുക്കളെ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് അവർക്ക് ആ പഴയ വസ്തുക്കൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, പഴമയ്ക്ക് ചിലത് പറയാനുണ്ട് എന്നൊരു സന്ദേശമായിരുന്നു ആ നാടകം പറഞ്ഞത്. എന്നാൽ അടുത്ത നാടകം കാസർഗോഡിന്റെ നാടകമായിരുന്നു. തികച്ചും പരമായിട്ടുള്ള സാധാരണ ഹൈസ്കൂൾ കലോത്സവത്തിൽ സാധാരണ ഹൈസ്കൂൾ വിഭാഗം നാടകത്തിൽ കാണാറുള്ള ഒരു സെറ്റേറിക്കലായിട്ടുള്ള ഒരു ഡ്രാമയായിരുന്നു, ഒരു നാടകമായിരുന്നു 3ാമത്തെ നാടകം കാസർഗോഡിന്റെ നാടകം എന്ന് പറയുന്നത്. അവരുടെ അടുത്ത് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പൊ അവർ പറഞ്ഞത് ഒരു പഴഞ്ചൊല്ലിൽ നിന്നാണ് ഒരു 1 ലൈൻ ത്രെഡിൽ നിന്നാണ് അവർ ആ മുഴുവൻ നാടകത്തെ ക്രമീകരിച്ചെടുത്തുള്ളത്. അവരുടെ സെറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലും മികച്ചു നിൽക്കുന്നതാണ് നാടകങ്ങൾ. രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും മറ്റ് എല്ലാ തരത്തിലും അതിനെ മികവ് തെളിയിക്കുന്നതാണ് ഇതുവരെ ഈ വേദിയിൽ നിറഞ്ഞാടിയ എല്ലാ നാടകങ്ങളും. വേദി 11 കർണികാരത്തിൽ നാടക മത്സരം പുരോഗമിക്കുകയാണ്. ഒരു നാടകത്തിന് 45 മിനിറ്റ് വീതമാണ് നൽകിയിട്ടുള്ളത്. അതായത് അരമണിക്കൂറാണ് നാടകത്തിന്റെ സമയം, 30 മിനിറ്റാണ് നാടകത്തിന്റെ സമയം. ബാക്കി 15 മിനിറ്റ് അവർക്ക് സ്റ്റേജ് സെറ്റ് ചെയ്തതിനുള്ള സമയമാണ്. എന്തായാലും ഒരു നാടകത്തിന് 45 മിനിറ്റ് എന്ന് വെച്ച് നോക്കുമ്പോൾ സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്ന് രാത്രി കടക്കാനുള്ള സാധ്യതയാണ് ഈ നാടക മത്സര വേദിയിൽ നിന്ന് നമുക്ക് അറിയാം. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി വീക്ഷിക്കുന്ന ഒരു മത്സര ഇനമാണ് നാടകം എന്നതിൽ യാതൊരു സംശയമില്ല. മറ്റ് വേദികളിൽ എങ്ങനെയാണ് മത്സരം പുരോഗമിച്ചു വരുന്നത്? ഇന്നത്തെ മറ്റ് കളർഫുൾ ഐറ്റംസ് ഏതൊക്കെയാണ്? അക്ഷയ കേട്ടോ? അക്ഷയ, കർണികാരത്തിൽ ഇപ്പോൾ നാടക മത്സരം പുരോഗമിക്കുന്നു. നല്ല തിരക്ക് അവിടെ പുറകിൽ കാണാൻ കഴിയുന്നുണ്ട്. മറ്റു വേദികളിലും സമാനമാണോ കാഴ്ച? കേട്ടില്ല.
അതായത് എല്ലാ വേദികളും നിറഞ്ഞു കവിഞ്ഞ് തന്നെയാണോ മത്സരങ്ങൾ പുരോഗമിക്കുന്നത്? ഇന്നത്തെ ഈ ഹൈലൈറ്റ്സ് ഏതൊക്കെയാണ് ഹൈലൈറ്റ് ഐറ്റംസ്? ഇന്ന് ഒപ്പനയുണ്ട്, അതുപോലെ തന്നെ തിരുവാതിരക്കളിയുണ്ട്, വട്ടപ്പാട്ടുണ്ട്. വട്ടപ്പാട്ടൊരു പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു മത്സര ഇനം തന്നെയാണ്. വട്ടപ്പാട്ടിന് വലിയ മത്സരം ഉണ്ടാവുന്നതാണ്. കാരണം അത് ആൺകുട്ടികളുടെ ഒപ്പന എന്നാണ് അത് അറിയപ്പെടുന്നത്. സുന്ദരന്മാരെ, ഇന്നലെ നമ്മൾ സുന്ദരികളെയാണ് കണ്ടതെങ്കിൽ ഇന്ന് നമുക്ക് സുന്ദരന്മാരെ വേദിയിൽ കാണാൻ പറ്റും. അതിനൊരു ആകാംക്ഷ സ്വാഭാവികമായിട്ടുണ്ട്. പിന്നെ സാധാരണ എന്നേക്കാൾ ഉപരി നമുക്ക് പറയേണ്ട ഒരു സംഭവമാണ്, ഇതിപ്പോൾ നാടകവേദിയിൽ ഒരു തുറന്ന സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാണികൾ എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്റ്റേജുകളും ഇന്നലെ നമ്മൾ നോക്കിയപ്പോൾ ഇന്നലെ ഈ വാദ്യോപകരണ മത്സര വേദികളിലൊക്കെ തന്നെ സാധാരണ ജനങ്ങൾ കുറയാറുണ്ട്, കാണികൾ കുറയാറുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സംഭവമേ തൃശ്ശൂരിൽ സംഭവിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എല്ലാ സദസ്സുകളും നിറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ സംഘനൃത്ത മത്സരമൊക്കെ തന്നെ ഒരുപാട് സമയം അതിക്രമിക്കുകയുണ്ടായി. എന്നിരുന്നാൽ പോലും എല്ലാ സമയത്തും അവിടെ നിറഞ്ഞ സദസ്സിലായിരുന്നു ആ സംഘനൃത്ത മത്സരം നടന്നിരുന്നത്. ഇന്നിപ്പോൾ തിരുവാതിരക്കളിയുണ്ട്, പിന്നെ വട്ടപ്പാട്ടുണ്ട്, പിന്നെ ഏറ്റവും ഒരു എടുത്തു പറയേണ്ട ഐറ്റം എന്ന് പറയുന്നത് നാടകമാണ്. എല്ലാ കാലത്തും അതിനൊരു പ്രത്യേക വിഭാഗം കാണികൾ തന്നെയുണ്ട്. കാരണം നാടക പ്രവർത്തകരുണ്ട്, നാടക കലാകാരന്മാരുണ്ട്. അത് ജഡ്ജസിന്റെ കാര്യത്തിൽ എടുത്താൽ തന്നെ നമുക്കത് മനസ്സിലാവും. കാരണം നടനും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള സന്തോഷ് കീഴാറ്റൂരുണ്ട്, പിന്നെ പ്രമോദ് രാജ് എന്ന് പറയുന്ന ഒരു ജഡ്ജാണ്, പിന്നെ പ്രവീൺ രാജ്. ഇങ്ങനെ 3 പേരാണ് വിധികർത്താക്കളായിട്ട് വരുന്നത്. അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും നാടക കലാകാരന്മാരെയും ഉൾക്കൊള്ളുന്ന ഒരു വേദി കൂടി അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒഴുക്കാണ് ഈ വേദിയിലേക്കും, ഈ വേദിയിലെന്നല്ല എല്ലാ വേദിയിലേക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ദിവ്യ. ശരി അക്ഷയ. എന്തായാലും അക്ഷയ കർണികാരം എന്ന വേദിയിലാണ്, വേദി 11. അവിടെ നാടക മത്സരം പുരോഗമിക്കുന്നുണ്ട്. ഒരല്പനേരം നമുക്ക് നാടകം ആസ്വദിക്കാം. മനുഷ്യന്മാർ തീരെ ചെറുതായി